എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ആ വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അവരിപ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആദ്യ സമയത്തിൻ്റെ ഓർമ്മകളിലാണ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഓരോ ഫയലുകളിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ ഫയലായ കല്ല് ഫയലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ്. കല്ല് ഒരു പ്രതീകം തന്നെയാണ്. കല്ല് മാറ്റമില്ലാത്ത ഒരു രീതിയെ സൂചിപ്പിക്കുകയാണ്. കല്ല് അതിൻ്റെ പ്രാകൃത അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ജന്മാവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. തുടക്കത്തിൽ ഒരു കല്ല് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സ് നിൽക്കുന്നു. തുടക്കത്തിൽ നിങ്ങളോടുണ്ടായ ഇഷ്ടം ആ വ്യക്തിയുടെ മനസ്സിൽ ഒട്ടും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളൊരർത്ഥം അതിനുണ്ട്. എപ്പോഴും ഹൃദയത്തിൽ നിങ്ങളോടുള്ള ആകർഷണവും ഓർമ്മയും തങ്ങി നിൽക്കുന്നു. ആകർഷണത്തിൻ്റെ ആദിമത്വം, തീവ്രത, ഒരു വേർപാടിന് മുമ്പുള്ള ശുദ്ധമായ ബന്ധം, ഇതെല്ലാം ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പോഴും ഒരാളെ ഓർമ്മിക്കുന്നു. ദൈർഘ്യമേറിയ കാലയളവിലൂടെ കടന്നുപോയിട്ടും ആ വ്യക്തിയുടെ ഓർമ്മയിൽ നിന്ന് സ്നേഹം പിന്മാറുന്നില്ല. ആ വ്യക്തിയുടെ ഓർമ്മയിൽ നിന്നും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പിന്മാറുന്നില്ല. നിങ്ങളെപ്പോഴും ആ വ്യക്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നന്മ നൽകുന്നൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. ആ വ്യക്തിക്കൊരിക്കലും നിങ്ങളെ മറന്നു കളയാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ വ്യക്തിക്കൊരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുമായി ഒത്തുചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്നും മറഞ്ഞുകൊണ്ട് ഒരു ചിന്ത ആ വ്യക്തിക്കുണ്ടാകുന്നില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മാറ്റവുമില്ലാതെ കാലാന്തരത്തിൽ പോലും നിങ്ങളോടുള്ള ഇഷ്ടത്തിൽ ഒരു മാറ്റം ആ വ്യക്തിക്കുണ്ടായിട്ടില്ല. നിങ്ങളെ കുറിച്ച് ആ വ്യക്തി മുമ്പ് എന്താണോ കരുതിയത് അത് തന്നെ ഇപ്പോഴും കരുതുന്നു. മുൻപ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ചേർന്ന് പറഞ്ഞ വാക്കുകൾ, ആ ജീവിത സാഹചര്യങ്ങൾ, അതിപ്പോഴും തൻ്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തിക്ക് അതിൽ നിന്ന് പോകാൻ കഴിയുന്നില്ല. എപ്പോഴും ആ വ്യക്തിയുടെ മനസ്സ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് രണ്ടാമത്തെ ഈ ഗ്രീക്ക് കലകളുള്ള ഈ വലിയൊരു പരിണി, അത് പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. ഇത് തിളക്കമേറിയ ആഴത്തിലുള്ള സാംസ്കാരിക സമ്പന്നമായൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഒരു പഴയകാല പ്രതാപത്തിൻ്റെ, പഴയകാല ഉന്നതിയുടെ പ്രതീകമുണ്ട്. വളരെ ആഴത്തിലുള്ളതും പ്രൗഢമായതും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്നതുമായൊരു ബന്ധം. ആ വ്യക്തി നിങ്ങളെ ഏത് നിലയിൽ കാണുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള മുന്നേറ്റങ്ങൾ ആ വ്യക്തി കാണുന്നു. അവർ പലതവണ അതിൻ്റെ ഭംഗിയും ആഴവും മനസ്സിൽ ഓർത്തിരിക്കുന്നു. അവർ എപ്പോഴും നിങ്ങളോടുള്ള ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും ഉദാത്തമായ സംഭാഷണങ്ങൾ, പ്രണയത്തിൻ്റേതായ ചലനങ്ങൾ എല്ലാം ഓർക്കുന്നു. കലാപരമായൊരു ബന്ധവും ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തി തൻ്റെ നിങ്ങളോടൊത്തുള്ള ജീവിതത്തെ, ഓർമ്മകളെ ശ്രേഷ്ഠമായതായിട്ട് കണക്കാക്കുന്നു. മറ്റാരുടെ എങ്കിലും ഒപ്പം ജീവിക്കാനോ മറ്റാരുമായി ഒരുമിച്ച് ജീവിക്കാനോ ഒന്നും ഉള്ളൊരു ഓഫർ കിട്ടിയാൽ പോലും അതൊന്നും പരിഗണിക്കുന്നതിലപ്പുറത്തേക്ക് എനിക്ക് എൻ്റെ വ്യക്തിയെ സ്നേഹിക്കണം, എൻ്റെ വ്യക്തിയെ ഇഷ്ടപ്പെടണം എന്നുള്ള ചിന്തയാൽ കടന്നു പോകുന്നൊരു വ്യക്തി. ആ വ്യക്തിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരാഗ്രഹങ്ങളില്ല.
മറ്റ് താല്പര്യങ്ങളില്ല. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടുകയും നിങ്ങളെ മാത്രം പരിഗണന നൽകി പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ സ്നേഹാർദ്രമായ ഒരു ചിത്രം തെളിഞ്ഞു നിൽക്കുന്നു. വീണ്ടും വീണ്ടും നിങ്ങളുടേതാകണം, നിങ്ങളിലേക്ക് അലിയണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മുമ്പ് ആ വ്യക്തിയെ മറ്റാരോ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ? അതൊന്നും ഇപ്പോഴാ വ്യക്തി പരിഗണിക്കുന്നേയില്ല. കേവലം നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നൊരവസ്ഥ. ഏറ്റവും ഉദാത്തമായ ബന്ധമാണ് നിങ്ങളുടെ എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇടയ്ക്ക് ആ വ്യക്തിയിൽ ചില താല്പര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ ചില ആൾക്കാർ ശ്രമിച്ച് നിങ്ങളെക്കുറിച്ച് പല നുണകളും വ്യാജവും ഒക്കെ പറഞ്ഞ്, പക്ഷെ അതൊന്നും ഓടുന്നില്ല. ഏറ്റവും തീക്ഷ്ണമായ, ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും അമൂല്യമായൊരു ബന്ധമായി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം മാറുന്നു. ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് നിങ്ങൾ മാറുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.